إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب حسبي الله ونعم الوكيل نعم المولى ونعم النصير غفرانك ربنا وإليك المصير أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين قال الله عز وجل وقال النبي صلى الله عليه وسلم كن في الدنيا كأنك غريب أو عابر سبيل وعد نفسك من أصحاب القبور صدق رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى أمة سيدنا محمد. ഏറ്റവും ആദരണീയരായ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വന്ധ്യ സുഹൃത്ത് അബൂബക്കർ യമാനി ഉസ്താദ്, അബ്ബാസ് ഫൈലി ഉസ്താദ്, ഇവിടെ സ്വാഗത ഭാഷണം നടത്തിയ ഇബ്രാഹിം ക, അതേപോലെ ഇവിടെ സദസ്സിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംഗമം അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ, ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. വിളക്കൂർ ടൂർ ശാഖ SKSSF സംഘടിപ്പിച്ച മദീന പാഷൻ്റെയും അതേപോലെ മജ്‌ലിസുൻ നൂർ ഉദ്ഘാടനത്തോടും അനുബന്ധിച്ച് നടത്തുന്ന പ്രഭാഷണ പരിപാടിയുടെ 6ാം ദിവസത്തിലാണ് നാം ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാ, കഴിഞ്ഞ 5 വർഷങ്ങളിൽ 5 ദിവസങ്ങളിലും കൃത്യമായി വാതിൽ പങ്കെടുക്കാനും ഉസ്താദുമാരിൽ നിന്ന് ലഭിക്കുന്ന സാരോപദേശം സ്വീകരിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് ലഭിച്ചു. അള്ളാഹു അത് സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അറിവുകളായി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഹലോകത്തും പരലോകത്തും നമുക്ക് ഗുണകരമാകുന്ന അറിവുകളായി അള്ളാഹു അതിനെ മാറ്റിത്തരട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുസ്തഫ ഉദവിയാക്കോട് ഉസ്താദ് അവർകൾ ഏതാനും സമയത്തിനുള്ളിൽ നമ്മുടെ വേദിയിലേക്ക് എത്തും. അതിനു മുമ്പ് ചെറിയൊരു സമയം നമുക്ക് ആമുഖമായി കുറഞ്ഞ കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസമില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മരണമുണ്ട് എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. പണ്ഡിതനെന്നോ പാമരനെന്നോ ധനികനെന്നോ ദരിദ്രനെന്നോ നേതാവെന്നോ അനുയായി എന്നോ വ്യത്യാസമില്ലാതെ
ആ ഒരു പ്രതിഭാസം മനുഷ്യനെ പെട്ടെന്ന് പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. പല വിഷയത്തിലും കഴിവുകൾ തെളിയിച്ചുകൊണ്ട്, സാമ്പത്തിക വിഷയത്തിലും അല്ലെങ്കിൽ ഭൗതിക വിഷയങ്ങളിലും ഞാനാണ് ഏറ്റവും ഉഷാറുള്ള വ്യക്തി, ഏറ്റവും കഴിവുള്ള വ്യക്തി എന്ന് വരുത്തി തീർക്കുകയും മറ്റുള്ളവർക്ക് മുമ്പിൽ തൻ്റെ കഴിവും തൻ്റെ പ്രാപ്തിയും തൻ്റെ ശേഷിയും പ്രകടിപ്പിക്കാൻ വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വിഷയത്തിൽ നമ്മൾ ഏറെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാർക്ക് ഇടക്കിടക്ക് ഉപദേശങ്ങൾ നൽകാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. നബിയെ, അങ്ങ് ഉദ്ബോധനം നടത്തണം, സ്വഹാബികൾക്ക് വഅദ് പറഞ്ഞു കൊടുക്കണം. കാരണം ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, സാരോപദേശം സത്യവിശ്വാസികളായ ആളുകൾക്ക് ഉപകാരം നൽകുന്നതാണ്, അവർക്ക് ഉപകരിക്കുന്നതാണ്. അവരുടെ ജീവിതത്തിൽ സാരോപദേശങ്ങളിലൂടെ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ദർശിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്ന ലക്ഷ്യം നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ ഈ ഭൂമിയിലേക്ക് അള്ളാഹുവിന്റെ ഖലീഫയായി വന്നവരാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, വഇദ ഖാല റബ്ബുക ലിൽ മലായിക, അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞ സന്ദർഭം നബിയെ അങ്ങ് ഓർത്തെടുക്കണം. എന്താ അള്ളാഹു പറഞ്ഞത്? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ എനിക്കൊരു പ്രതിനിധിയെ അയക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നു. ഭൂമിയിൽ മനുഷ്യ വിഭാഗത്തെ സൃഷ്ടിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നു മലക്കുകളെ എന്ന് മലക്കുകളോട് അള്ളാഹു പറഞ്ഞ സന്ദർഭത്തിൽ ആ മലക്കുകൾ തിരിച്ചു പറഞ്ഞത്, ഖാലൂ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികുദ്ദിമാ, അല്ലാഹുവേ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ, ആ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, ആ ഭൂമിയിൽ പരസ്പരം വിദ്വേഷങ്ങൾ പുലർത്തുന്ന, ആ ഭൂമിയിൽ സംഘട്ടനങ്ങൾ തീർക്കുന്ന, സംഘർഷഭരിതമാക്കുന്ന ഒരു വിഭാഗത്തെ എന്തിനാണ് റബ്ബേ നീ സൃഷ്ടിക്കുന്നത്? പോരാ, രക്തച്ചൊരിച്ചിൽ നടത്തുന്ന ആളുകളാണവർ. എങ്ങനെയാ ഇത് മനസ്സിലായത്? മനുഷ്യന്മാർ വരുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് മലക്കുകൾക്ക് ഈ വിഷയം മനസ്സിലായത്? മനുഷ്യർക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചിരുന്നുവത്രേ. അവരെ ഭൂമിയിലേക്ക് അയച്ച സമയത്ത് അവർ ഭൂമിയിൽ വഴക്കും വക്കാണവുമായി തമ്മിൽ പരസ്പരം കണ്ടുകൂടാ, പരസ്പരം ശത്രുത വെച്ച് പുലർത്തിക്കൊണ്ട്, പരസ്പരം പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് രക്തച്ചൊരിച്ചിൽ നടത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഭൂമിയിൽ നിന്ന് സമുദ്രങ്ങളിലേക്കും അതേപോലെ തന്നെ ഒറ്റപ്പെട്ട ദ്വീപുകളിലേക്കും അട്ടിയേക്കുകയാ ചെയ്തത്. അങ്ങനെയുള്ളൊരു വിഭാഗത്തെ അല്ലാഹു സൃഷ്ടിച്ചതിനെ കുറിച്ച് മലക്കുകൾക്കറിയാം. അതുകൊണ്ടാണ് മലക്കുകൾ പറഞ്ഞത്, എന്തിനാണ് റബ്ബേ ഇങ്ങനെ ഒരു വിഭാഗത്തെ നീ സൃഷ്ടിക്കാൻ പോകുന്നത്? വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്, റബ്ബേ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്താൻ ഞങ്ങളുണ്ട്. വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്, റബ്ബേ നിന്നെ പുകഴ്ത്താനും നിന്റെ പവിത്രത ലോകത്തോട് വിളിച്ചു പറയാനും നിന്റെ ആ മഹത്വത്തെ ഉയർത്തിയെടുക്കാനും ഞങ്ങളുണ്ട് റബ്ബേ. അത് പുകഴ്ത്തി പറയാൻ, അത് പറയാനും പാടാനും ഞങ്ങളുണ്ട്. എന്തിനാണ് ഈ വിഭാഗത്തെ സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹു പറഞ്ഞത്, ഇന്നീ അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തൊരു കാര്യം ഞാൻ അറിയും, നിങ്ങൾക്കിപ്പോ മനസ്സിലാവാത്ത കാര്യം എനിക്കറിയാം. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ സൃഷ്ടിക്കാൻ, മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നത്. അതിനുശേഷം മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നു. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. അതിനുശേഷം ആദം നബി അലൈഹിസ്സലാമിനെ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, അല്ലാഹു ഭൂമിയിലുള്ള സർവ്വ വസ്തുക്കളുടെയും പേര് പഠിപ്പിച്ചു കൊടുത്തു എന്നാ. എല്ലാ വസ്തുവിന്റെയും പേര് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് നേരത്തെ പറഞ്ഞ ഞങ്ങൾ പോരേന്ന് പറഞ്ഞ കുറെ കൂട്ടരുണ്ടല്ലോ അല്ലേ, ഞങ്ങൾ മതിയല്ലോ റബ്ബേ, വേറെ വിഭാഗം വേണ്ടെന്ന് പറഞ്ഞ
ആ മലക്കുകളോട് അള്ളാഹു ഉത്തരം മുട്ടിക്കാൻ വേണ്ടി അവരോട് ചോദിക്കുകയാണ്, അംബിഊനി ബി അസ്മാഇ ഹൗലാഇ ഇൻ കുൻതും സാദിഖീൻ. മലക്കുകളെ, നിങ്ങൾ പറഞ്ഞല്ലോ മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് ആ മനുഷ്യനെ സൃഷ്ടിക്കേണ്ടതില്ല, ഞങ്ങൾ നിനക്ക് വേണ്ടി നിന്നെ പുകഴ്ത്താനും നിന്റെ വാഴ്ത്താനും നിന്റെ പ്രിയപ്പെട്ടവരായി ഞങ്ങളുണ്ടല്ലോ റബ്ബേ എന്ന് പറഞ്ഞ മലക്കുകളെ, നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ മനുഷ്യൻ വേണ്ടെന്ന് പറഞ്ഞല്ലോ, ആ മനുഷ്യനേക്കാൾ കഴിവുള്ളവരാണ് നിങ്ങളെങ്കിൽ അംബിഊനി ബി അസ്മാഇ ഹൗലാ, ഈ കണ്ട വസ്തുക്കളുടെ മുഴുവനും മലക്കുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചു കൊടുത്തുകൊണ്ട്, ഇന്ന് അതൊക്കെ പറയാൻ നമുക്ക് വളരെ സിമ്പിളാ. അതെങ്ങനെയാ അതൊക്കെ അവിടെ പ്രദർശിപ്പിക്കാന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ കാണാത്ത വസ്തുക്കളില്ല. ഒരു മൊബൈൽ ഫോണിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വസ്തുക്കളും നമ്മുടെ വിരൽത്തുമ്പിലേക്ക് വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനേക്കാളും വലിയ സാങ്കേതിക വിദ്യ ആയിരിക്കുമല്ലോ റബ്ബിൻ്റെത്. നമ്മൾ മനുഷ്യരുടെ സാങ്കേതിക വിദ്യ തന്നെ ഇത്രമാത്രം ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലും അതേപോലെ തന്നെ ഇനി പരലോകത്തൊക്കെ സംവിധാനിച്ച ആ സംവിധാനങ്ങൾ എത്രമാത്രം അത്ഭുതകരമായിരിക്കും. അള്ളാഹു അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും മലക്കുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഈ വസ്തുക്കളൊക്കെ കാണിച്ചു കൊടുത്തു. മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞല്ലോ മനുഷ്യരെക്കാൾ ഉത്തമൻ ഞങ്ങളാണ്, എങ്കിൽ ഈ വസ്തുക്കളുടെയൊക്കെ പേരൊന്ന് പറഞ്ഞു തരി, ഏറ്റവും ചുരുങ്ങിയത് ഇതിന്റെയൊക്കെ ഒന്ന് പേര് നിങ്ങൾ പറഞ്ഞു തരിക എന്ന് പറഞ്ഞപ്പോ മലക്കുകൾ പറഞ്ഞു, ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. ഖാലൂ മലക്കുകൾ പറഞ്ഞു, സുബ്ഹാനക ലാ ഇൽമ ലനാ, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, റബ്ബേ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലാതെ ഒരു ഇൽമും ഞങ്ങൾക്കില്ല റബ്ബേ. മലക്കുകൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെയാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതും ആദം നബി അലൈഹിസ്സലാമിനിക്ക് ആ ഇൽമു പഠിപ്പിച്ചു കൊടുത്ത മഹാനായ ആദം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു ശേഷം പറയുന്നുണ്ട്, ഖാല യാ ആദമു അംബിഉഹും ബിഅസ്മാഇഹിം, ഈ വസ്തുക്കളുടെ പേര് ഈ മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂ, അറിയിച്ചു കൊടുക്കൂ. ഫലമ്മാ അംബഅഹും ബിഅസ്മാഇഹിം, അങ്ങനെ ചരിത്രം നീണ്ടുപോവുകയാണ്, വിശാലമായി പറയുന്നില്ല. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യൻ കുറച്ചു കാലം സ്വർഗത്തിൽ വസിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചത് എവിടത്തേക്കാ? അതല്ലേ മഹാനായ ആദം നബി അലൈഹിസ്സലാം. ഒരിക്കൽ ആദം നബി അലൈഹിസ്സലാമും മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും ആകാശ ലോകത്ത് വെച്ച്, അർവാഹുകളുടെ ലോകത്ത് വെച്ച് അവർ തമ്മിൽ തർക്കമുണ്ടായി. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ല ആദം നബിയെ അലൈഹിസ്സലാം, നിങ്ങൾ ഞങ്ങളുടെ പിതാവാണ്, അള്ളാഹുവിൻ്റെ ആദ്യത്തെ സൃഷ്ടിയാണ്, ആദ്യത്തെ മനുഷ്യനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് വിശേഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളന്ന് സ്വർഗത്തിൽ നിന്ന് പോന്നത് കൊണ്ടല്ലേ ഞങ്ങളൊക്കെ ഈ ഭൂമിയിലേക്ക് വരേണ്ടി വന്നത്, അല്ലെങ്കിൽ ഞങ്ങളും ആ സ്വർഗത്തിൽ തന്നെ കൂടുമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ മഹാനായ ആദം നബി അലൈഹിസ്സലാം പറഞ്ഞത്, മനുഷ്യൻ ആദ്യം അള്ളാഹു സൃഷ്ടിച്ചത് ഭൂമിയിലേക്കാണ്. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിലാണ് മനുഷ്യന്റെ ജീവിതം. എന്തിനാ ഭൂമിയിലേക്ക് മനുഷ്യനെ അള്ളാഹു പറഞ്ഞയച്ചത്? എന്തിനാണ് അള്ളാഹു ഭൂമിയിലേക്ക് മനുഷ്യനെ അയച്ചത്? മനുഷ്യന് ആരൊക്കെയാണ് നന്മകൾ ചെയ്യുന്നത്, ആരൊക്കെയാണ് തിന്മകളുടെ മാർഗത്തിലൂടെ അതിലൂടെ നടന്നു സഞ്ചരിച്ചു പോകുന്നത്, അങ്ങനെ നന്മയുടെ വഴിയിലൂടെയും തിന്മയുടെ വഴിയിലൂടെയും സഞ്ചരിക്കുന്ന ആളുകളെ പരീക്ഷിച്ചുകൊണ്ട് ആ നന്മയുടെ ആളുകൾക്ക് അള്ളാഹു നാളെ പരലോകത്ത് സ്വർഗം കൊടുക്കാനും തിന്മയുടെ വഴിയിൽ പെട്ടുപോയി ഇബ്ലീസിന്റെ പിന്നാലെ പോയ ആളുകൾക്ക് ശാശ്വതമായ നരകം നൽകുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ആ ഒരു ഭൗതികമായ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്ത് വിദ്യാഭ്യാസം നേടിയത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പേരിന്റെ മുമ്പിൽ എന്തെങ്കിലും ഡോക്ടർ എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചിഹ്നം ഉള്ളത് കൊണ്ടോ നമുക്കൊന്നും കാര്യമായില്ല. അല്ലെങ്കിൽ മതബിരുദമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കഴിവോ പ്രാപ്തിയോ ഉള്ളത് കൊണ്ട് കാര്യമില്ല. മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതെന്താ? അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗലൂദ്. നമ്മളൊക്കെ വിചാരിച്ചത് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് ആരാ? കുറച്ച് പൈസ ഉണ്ടാക്കുന്ന ആളായിരിക്കും അല്ലേ?
അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും സൂത്രത്തിൽ തടി കൈച്ചലാക്കുന്ന അല്ലെങ്കിൽ തടി തപ്പുന്ന ആളായിരിക്കും വലിയ ബുദ്ധിമാൻ. സത്യത്തിൽ ആരാ ബുദ്ധിമാൻ? നമ്മുടെ ഈ കളിയൊക്കെയും ഏതുവരെയുള്ളൂ? കളിയൊന്നും കളിയല്ല, ഇക്കളിയൊന്നും കളിയല്ല. മരണം എന്നൊരു കളിയുണ്ട്, മഹ്ശറ എന്നൊരു കളിയുണ്ട്. നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ, ദുനിയാവിലെ അമൂല്യമായ സമയങ്ങൾ നമ്മൾ പലപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ആകെ 60 വയസ്സാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? എന്റെ ഉമ്മത്തിന്റെ പ്രായം 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തുകൾ നമ്മൾ ധാരാളമായി ചൊല്ലട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് നമ്മുടെ ഹൃദയത്തിനൊരു ബന്ധം വേണം, നമ്മുടെ ആത്മാവിന് ബന്ധം വേണം. ആ ഒരു ബന്ധമുണ്ടാകുന്ന സമയത്ത് നാളെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മെ ഹബീബിന് പരിചയമുണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും 60 വയസ്സ് ജീവിക്കുന്ന ഒരാൾക്ക് അയാളുടെ 1/3 ഭാഗം അയാൾ ഉറങ്ങും. കാരണം ഒരു ദിവസം 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഉറങ്ങണമെന്നാണ് നമ്മളൊക്കെ പഠിച്ചു വെച്ചത് അല്ലേ? 8 മണിക്കൂർ ഉറങ്ങിയാൽ ഒരു ദിവസത്തിന്റെ 1/3 നമ്മൾ ഉറങ്ങി. 60 വർഷം ജീവിച്ച ഒരാള് 20 വർഷം ഉറങ്ങി തീർക്കുന്നു. കൂട്ടാൻ നല്ല സിമ്പിൾ അല്ലേ? നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കൂ, ഇതിപ്പം മൊത്തത്തിൽ ഉറങ്ങി എങ്ങനെയാ പഠിച്ചവനിക്ക് തിരിയാൻ? ഇന്നെല്ലാത്തിനും സംവിധാനമായില്ലേ? അപ്പോ നമ്മുടെ ഓരോ ഹിസാബ്, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹു അക്കമിട്ട് അത് കൃത്യമായി നമുക്ക് കാണിച്ചു തരും. ആ സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ 60 വയസ്സ് ജീവിച്ച ഒരാൾ 20 വർഷം അയാൾ ഉറക്കത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന മണിക്കൂർ എത്രയാണ്? അതേപോലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയം എത്രയാണ്? അങ്ങനെ ഓരോ സമയവും നമ്മൾ കിഴിച്ചു കൊണ്ടുപോയാൽ അത് തന്നെ 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മുട്ടുവേദനയാണ് അല്ലേ? പള്ളിയിലൊക്കെ മുട്ടുവളഞ്ഞിട്ട് ഇരിക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ മുട്ടുവേദന, അതുള്ള പല പ്രയാസങ്ങളും ആ സമയമാകുമ്പോഴേക്ക് കടന്നു വരികയാണ്. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരട്ടെ. അള്ളാഹു ആരോഗ്യവും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അപ്പോ ആ ഒരു സമയം നമ്മൾ ഒഴിവാക്കുക. അതേപോലെ കുട്ടിക്കാലം, ഒരു 10-15 വർഷം നമ്മുടെ കുട്ടിക്കാലമായിട്ട് നമുക്ക് പോയി. കേവലം ചുരുങ്ങിയൊരു സമയമാണ് നമുക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ളത് അല്ലേ? എല്ലാം കൂടി തട്ടിക്കുറച്ചാൽ നമ്മൾ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് കുറഞ്ഞ സമയമാണ്. ആ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുന്ന സമയോ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ച സമയം എത്രയാ? 24 മണിക്കൂർ ഇന്ന് അള്ളാഹു നമുക്ക് നൽകിയിട്ട്, അല്ലെങ്കിൽ നേരം വെളുത്തതിന്റെ ശേഷം ഇത്രയും മണിക്കൂറുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആരോഗ്യത്തോടുകൂടെ നൽകിയില്ലേ അല്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കണ്ണിന് പ്രശ്നമുണ്ടോ? ഇല്ല. നമ്മുടെ ചെവിക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. നമ്മുടെ കാഴ്ചക്കോ അല്ലെങ്കിൽ കേൾവിക്കോ സംസാരത്തിനോ നടത്തത്തിനോ ഇരുത്തത്തിനോ യാതൊരു പ്രശ്നവുമില്ലാതെ ഇത്രയും മണിക്കൂർ അള്ളാഹു തന്നിട്ട് എത്ര മണിക്കൂർ നമ്മൾ നന്ദി ചെയ്തിട്ടുണ്ടാവും? 1 മണിക്കൂർ ചെയ്തിട്ടുണ്ടാവോ? 24 മണിക്കൂറിൽ 1 മണിക്കൂർ ഉണ്ടാവുമോ? സംശയമാണ്. കുറവായിരിക്കും അല്ലേ? നമ്മൾ നിസ്കാരം തന്നെ എടുത്തു നോക്കിയാൽ കുറഞ്ഞ സമയമേ വരുന്നുള്ളൂ അല്ലേ? ഓരോരുത്തർ സ്വന്തമായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് ഭയങ്കര സ്പീഡായിരിക്കും. അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ. ആകെ കുറഞ്ഞ സമയം നമുക്ക് കിട്ടുന്നുള്ളൂ. കുറഞ്ഞ വർഷങ്ങൾ മാത്രം ജീവിക്കേണ്ട നമ്മളാണ് മറ്റ് വേണ്ടാത്തരങ്ങൾക്ക് പിന്നാലെ പോയിട്ട്, അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പരസ്പരം വെറുപ്പും വിദ്വേഷവും പകയുമായി നമ്മൾ നീങ്ങുന്ന. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഏതായാലും ഈ ഘട്ടത്തിൽ യഥാർത്ഥ ബുദ്ധിമാനാരാ? ആരാണ് യഥാർത്ഥ ബുദ്ധിമാൻ? മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അൽ കയ്യിസു, യഥാർത്ഥ ബുദ്ധിമാൻ, മൻ ദാന നഫ്സഹ്, സ്വശരീരത്തെ അവഗണിച്ചവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ശരീരത്തിന്റെ സുഖവും ശരീരത്തിന്റെ സൗകര്യങ്ങളും ശരീരത്തിന്റെ ആവശ്യങ്ങളും പരിഗണിച്ചാൽ, അതിന്റെ പിന്നാലെ മനുഷ്യൻ പോയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനിക്ക് വേറെന്തിനോ നേരം കിട്ടുമോ?
ശരീരത്തിന്റെ പിന്നാലെ നമ്മൾ പോയി കഴിഞ്ഞാൽ വേറെന്തെങ്കിലും സമയം കിട്ടോ? അതാണ് അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. നീ നിന്റെ ശരീരത്തെക്കാൾ എന്നെയാണ് സ്നേഹിക്കണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നിന്റെ ശരീരത്തെക്കാളും എന്നെ സ്നേഹിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അല്ലേ, ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫയാണ്. ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെട്ട ഖലീഫയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഫാറൂഖ് എന്നുകൂടി മഹാനവറുകൾക്ക് പേരുണ്ട് അല്ലേ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്താ അങ്ങനെ പേര് കിട്ടാൻ കാരണം? സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ വേർതിരിക്കുന്നവരാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എവിടെയും ആരുടെ മുമ്പിലും എന്തും വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവമുള്ള ആ ഉമർ റളിയല്ലാഹു അൻഹുവാണ് ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നത്, നബിയെ, എന്റെ ശരീരം കഴിഞ്ഞാൽ, എന്നെ കഴിഞ്ഞാൽ ലോകത്ത് മറ്റ് എന്ത് വസ്തുക്കളെക്കാളും മറ്റെല്ലാ വസ്തുക്കളെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയോടാണ്. അങ്ങയോട് ഏറ്റവും ഇഷ്ടം എനിക്കാണ്. എന്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടം നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയോടാണ്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് എന്താ? പോരാ, അങ്ങനെ പറഞ്ഞാ പോരാ. ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം നബിയാണെന്ന് പറഞ്ഞാ പോരാ, പിന്നെന്ത് പറയണം? നീ നിന്നെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിന്റെ ഈമാൻ പൂർണ്ണമല്ല. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇത് പറഞ്ഞപ്പോ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, അതെ, എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയതാണ്. എനിക്കിപ്പോ കാര്യം മനസ്സിലായി. എന്റെ ശരീരത്തെക്കാളും എനിക്കിഷ്ടം ഹബീബേ അങ്ങയോടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ ശരീരത്തെക്കാൾ, നമ്മളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നമ്മളാദ്യം നമ്മളെക്കുറിച്ച് ചിന്തിച്ചു നോക്കണം. മനുഷ്യന്റെ ദേഹേച്ഛയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്താ മനുഷ്യന്റെ ദേഹേച്ഛയുടെ അവസ്ഥ? മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്, മനുഷ്യ ശരീരത്തെക്കുറിച്ച് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മസലീ വമസലുക്കും, എന്റെയും നിങ്ങളുടെയും ഉദാഹരണം, കമസലി റജുലിൻ ഔഖദ നാറാ, തീ കത്തിച്ചു വെച്ച ഒരാളുടെ ഉദാഹരണം പോലെയാണ്. ഫജഅലൽ ജനാദിബു വൽ ഫറാശു യഖൈന ഫീഹാ, പാറ്റകളും പ്രാണികളും വന്നുകൊണ്ട് ആ തീയിലേക്ക് ചാടി വീഴുന്നു, ആ തീയിലേക്ക് ആർത്തിയോടുകൂടെ വന്നു വീഴുന്നു. അതുപോലെയാണ് ഞാനും നിങ്ങളും. പാറ്റകളും പ്രാണികളും നമ്മുടെ നാട്ടിലെ പഴയകാലത്ത് മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ, അല്ലെങ്കിൽ നല്ല കുപ്പി വിളക്ക് കത്തിച്ചു വെച്ചാൽ അതിന്റെ കുപ്പിയിലേക്ക് അല്ലെങ്കിൽ ആ വിളക്കിന്റെ ഉള്ളിലേക്ക് ധാരാളം പ്രാണികൾ വരുന്നതായിട്ട് നമുക്ക് കാണാമല്ലോ. എന്താ സംഭവം? ഈ തീ എന്തോ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് വന്ന് വീഴുകയാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ആ തീയിൽ വീഴുന്ന പ്രാണികളൊക്കെ കരിഞ്ഞു വീഴുന്നു, അതൊക്കെ ചത്തൊടുങ്ങിപ്പോവുകയാണ്. എന്നാൽ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, ഈ ഉദാഹരണം നമുക്ക് പറഞ്ഞു തന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ മനുഷ്യ നമ്മുടെ അവസ്ഥ? നമുക്ക് കേൾക്കാൻ ആഗ്രഹം ഹറാമിനോടാണ്, നമുക്ക് കാണാൻ ആഗ്രഹം, നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ ആഗ്രഹം ഹറാമല്ലേ? നാലാള് കൂടിയിരിക്കുന്ന സമയത്ത് മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഗീബത്ത് പച്ചക്ക് പറയുക എന്നത് നമുക്ക് ഇഷ്ടമാണല്ലോ. മറ്റൊരാളെ കുറിച്ച് പരദൂഷണം പറയുക, ഏഷണി പറയുക, ഒരാളെ കുറ്റം പറയുക എന്നുള്ളത് നമുക്ക് ഭയങ്കര ഹരമുള്ള കാര്യമാണ് അല്ലേ? ഒരു നാലാള് കൂടിയിട്ട് അപ്പുറത്തെ മഹലിലുള്ള ആളെക്കുറിച്ച്, അല്ലെങ്കിൽ നാട്ടിലെ കാദിയെക്കുറിച്ച്, അല്ലെങ്കിൽ മഹല്ല് പ്രസിഡന്റിനെ കുറിച്ച്, സാധാരണ ആൾക്കാർ കുറ്റം പറയുന്ന ആൾക്കാരെ പേര് പറഞ്ഞെന്ന് മാത്രം ഈ നാട്ടിൽ അങ്ങനെ ആരും പറയുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. നാലാള് കൂടുമ്പോ നല്ല ഹരാണ് അല്ലേ? ഇങ്ങനെ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് കണ്ടതും കേട്ടതുമൊക്കെ വിളമ്പി അവസാനം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യന് കള്ളനാവാൻ, ഒരു മനുഷ്യൻ കളവ് പറയുന്നവനാകാൻ അവൻ കേട്ടതെല്ലാം പറയുക എന്ന സ്വഭാവമുള്ളവനായാ മതി. ഒരു മനുഷ്യൻ കേട്ടതെല്ലാം പറയുന്നുണ്ടെങ്കിൽ അവൻ കളവ് പറയുന്നവനാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ഇന്നത്തെ വാട്സപ്പ് യുഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണല്ലോ. ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ കുറിച്ച് നമ്മൾ ആദ്യം ബോധ്യം വേണം. നമ്മൾ ഭൂമിയിലേക്ക് വന്ന ലക്ഷ്യത്തെക്കുറിച്ചും നമുക്ക് ബോധ്യം വേണം. നമ്മൾ ആരാണെന്നാ പറഞ്ഞത്? നമ്മളുടെ ശരീരത്തിന്, നമ്മുടെ ദേഹേച്ഛക്ക് ഏറ്റവും താല്പര്യം, പറയാൻ താല്പര്യം ഹറാമാണ്, കേൾക്കാൻ താല്പര്യം ഹറാമാണ്, കാണാൻ താല്പര്യം ഹറാമാണല്ലോ. ഒരു പേജ് ഖുർആൻ ഓതുമ്പോ, അല്ലെങ്കിൽ 10 പേജ് ഖുർആൻ ഓതുമ്പോ, അല്ലെങ്കിൽ ഒരു 20 30 പേജ് ഖുർആൻ ഓതുന്ന സമയത്ത് നമുക്ക് മടുപ്പ് വരികയാണ്, അതിനോട് താല്പര്യം കുറഞ്ഞു പോവുകയാണ്. അതേ കണ്ടുകൊണ്ട് 2-3 മണിക്കൂറുള്ള അശ്ലീലമായ അല്ലെങ്കിൽ വേണ്ടാത്ത വീഡിയോകൾ കാണുമ്പോ, സിനിമകൾ കാണുമ്പോ, അല്ലെങ്കിൽ വേണ്ടാത്തരങ്ങൾ കാണുന്ന സമയത്ത് നമുക്കൊരു പ്രശ്നവും തോന്നുന്നില്ലല്ലോ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെക്കാളും എന്നെയാണ് സ്നേഹിക്കണം, ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാരണം നമ്മുടെ ശരീരം നമ്മളെ തന്നെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മുടെ ശരീരത്തിന് കേൾക്കാൻ ഇമ്പമുള്ളത് ഹറാമാണ്, കാണാൻ ഇമ്പമുള്ളത് ഹറാമാണ്, ഭക്ഷിക്കാൻ ഇമ്പമുള്ളത് അല്ലെങ്കിൽ നടന്നു പോകാൻ ഇമ്പമുള്ളത് ഹറാമിലേക്കാണ്, പിടിക്കാൻ ഇമ്പമുള്ളത് ഹറാമാണ്. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പിന്നെ എവിടെയാ നമ്മളും നബിയും തമ്മിലുള്ള വ്യത്യാസം? നമ്മുടെ ശരീരം പോലും നമ്മളെ വഞ്ചിക്കാൻ ശ്രമിക്കുമ്പോ, നമ്മൾ പോലും നമ്മളെ തന്നെ വഞ്ചിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ നമ്മളെ രക്ഷപ്പെടുത്താൻ വരുന്നത്. നമുക്ക് ദീനിന്റെ യഥാർത്ഥ വഴി പഠിപ്പിച്ചു തന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. അല്ലേ, ഹറാമായതിനെ കുറിച്ച് ഇത് ഹറാമാണ്, നമുക്ക് ഹലാലായ കാര്യങ്ങളൊക്കെ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണത്. നബിയില്ലാതെ, അവിടുന്നില്ലാതെ നമുക്കൊന്നുമില്ല. നമ്മുടെ ഇസ്ലാം പോലും അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നു. ഞാനും നിങ്ങളും മുസ്ലിം ആയതിന് കടപ്പാടാരോടാണ്? അള്ളാഹിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ ഓരോ സുന്നത്തും നമ്മുടെ ജീവിതത്തിന്റെ ചര്യ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചര്യ എന്നാണല്ലോ. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ അനുവർത്തിച്ചു പോന്നിരുന്ന കാര്യങ്ങളാണ് ചര്യ എന്ന് പറയുന്നത്, സുന്നത്ത് എന്ന് പറയുന്നത്. അത് അപ്പടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മളോട് പറയുന്നത്, അൽ കയ്യിസു, യഥാർത്ഥ ബുദ്ധിമാൻ, മൻ ദാന നഫ്സഹ്, സ്വശരീരത്തെ അവഗണിച്ചവനാണ്. എന്തിനാ ശരീരത്തെ അവഗണിക്കുന്നത്? എന്തിനാ അവഗണിക്കുന്നത്? ശരീരം പലപ്പോഴും നമ്മളെ കൊണ്ടുപോകുന്നത് നന്മയിലേക്കല്ല, പകരം തിന്മയിലേക്കാണ്. അതുകൊണ്ടാണല്ലോ ലോകത്ത് ഏറ്റവും വലിയ ജിഹാദ്, അല്ലേ, ഇന്ന് IS എന്നൊക്കെ പേരിൽ ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ വേണ്ടി പല ആളുകളും രംഗപ്രവേശനം ചെയ്തൊരു കാലഘട്ടത്തിലാണ്. ഇസ്ലാമിൽ ഏറ്റവും വലിയ ജിഹാദ് ഏതാ? ഇസ്ലാമിലുള്ള ഏറ്റവും വലിയ ജിഹാദ് ജിഹാദുൻ നഫ്സാൻ. സ്വശരീരത്തോട് ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ സ്വശരീരത്തോട് നമ്മൾ ചെയ്യുന്ന യുദ്ധമാണ്, സമരമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ജിഹാദ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദേഷ്യം പിടിക്കുന്ന സമയത്ത് ദേഷ്യം അടക്കി നിർത്താൻ സാധിക്കുക. അതേപോലെ ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് തെറ്റിലേക്ക് ചിന്ത വരുന്ന സമയത്ത് അത് അടക്കി പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട് എന്ന രീതിയിൽ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുമ്പോൾ മാത്രമേ നമുക്ക് ആഖിറത്തിൽ വിജയിക്കാൻ സാധിക്കൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിച്ചല്ലോ, എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം, എന്താണ് ഇഹ്സാൻ? ഈമാൻ കാര്യം അറിയാത്ത ആരും എന്റെ കൂട്ടത്തിലില്ലല്ലോ, ഇസ്ലാം കാര്യത്തെ കുറിച്ചും ബോധ്യമില്ലാത്ത ഒരു കൂട്ടത്തിലില്ല. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ദീന പഠിപ്പിക്കാൻ വന്നത്, ഹദാ ജിബ്രീൽ അതാകും ലിയുഅല്ലിമകും ദീനകും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ ഓരോന്നും പറഞ്ഞു കൊടുത്തു. ഇസ്ലാമിന്റെ 5 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഈമാനെ കുറിച്ച് ചോദിച്ചു, ഈമാന്റെ 6 കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. അല്ലേ, ഇന്ന് ഈമാന്റെ വിഷയത്തിലെ 5 കാര്യത്തിൽ നമുക്ക് ഭയങ്കര വിശ്വാസ, 6ാമത്തെ കാര്യത്തിൽ കുറച്ച് ബേക്കോട്ടാ.
വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. അല്ലാഹുവിൽ നിന്നാണ് നമുക്ക് ജീവിതത്തിൽ വരുന്ന എന്തെങ്കിലും മുസീബത്തുണ്ടെങ്കിൽ, എന്തെങ്കിലും അപകടമുണ്ടെങ്കിൽ അത് അല്ലാഹു എനിക്ക് കണക്കാക്കിയതാണ്. എന്തെങ്കിലും നന്മ കിട്ടിയാൽ, പെട്ടെന്നൊരു ഭയങ്കര ഉയർച്ച ലഭിച്ചു, അത് അല്ലാഹു എനിക്ക് കണക്കാക്കിയതാണ് എന്നൊരു വിശ്വാസം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ട അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിലേക്കൊന്നും കടക്കുന്നില്ല. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ? ആ ഒരു മുഹ്സിനീങ്ങളായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു തലത്തിലേക്ക് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തുണ്ടല്ലോ, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആ ആയത്തിന്റെ അവസാനം പറയുന്നുണ്ട് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. മുഹ്സിനീങ്ങളെ അല്ലാഹുവിന് ഇഷ്ടമാണ്. ആരാ മുഹ്സിൻ? ആരാണ് മുഹ്സിൻ? പേരുകൊണ്ട് മുഹ്സിനായവനാണോ? അല്ല. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. എന്താ പറഞ്ഞത്? അൻ തഅബുദല്ലാഹ, നീ അല്ലാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യലാണ്. നിസ്കരിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിലില്ലല്ലോ. എല്ലാവരും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവരാണ്. നമ്മൾ സ്വതക്ക ചെയ്യുമ്പോൾ പോലും, അതേപോലെ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും നമ്മുടെ നിയ്യത്ത് അള്ളാഹുവിന് വേണ്ടിയാലില്ല. മിനല്ലാ, അള്ളാഹുവിൽ നിന്നാണ് നമ്മൾ വരുന്നത്. ഇലല്ലാ, അള്ളാഹുവിലേക്കാണ് നമ്മൾ പോകുന്നത്. അലല്ലാ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഫില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലായി മാറിയാൽ, അള്ളാഹ്ക്ക് വേണ്ടി നല്ല നിയ്യത്തോടുകൂടെ നമ്മൾ ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടു. അതാണ് ഇഹ്സാൻ. അൻ തഅബുദല്ലാഹ്, നീ അള്ളാഹുവിനെ ആരാധിക്കലാണ്. കഅന്നക തറാഹ്, അള്ളാഹുവിനെ നീ കാണുന്നു എന്ന ബോധ്യത്തോടുകൂടെ ആരാധിക്കുക. ഇന്ന് മഗ്രിബ് നിസ്കരിച്ചവരാണല്ലോ നമ്മളൊക്കെ. മഗ്രിബ് നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഞാൻ കാണുന്നുണ്ട്, എൻ്റെ മുമ്പിൽ അള്ളാഹു ഉണ്ട് എന്ന ബോധ്യത്തോടുകൂടെ നിസ്കരിച്ച ആളുകൾ എത്ര ആളുകളുണ്ടാകും? നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇഹ്സാൻ എന്ന സ്വഭാവം നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അൻ തഅബുദല്ലാഹ്, നീ അള്ളാഹുവിനെ ആരാധിക്കലാണ്. കഅന്നക തറാഹ്, നീ അള്ളാഹുവിനെ കാണുന്നുണ്ട്, അള്ളാഹുവിന്റെ സാമീപ്യം നിന്റെ അടുത്തുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ അള്ളാഹുവിനെ ആരാധിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ പറഞ്ഞതോ ഫഇല്ലം തകുൻ തറാഹ്, നീ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ കാണുന്നില്ലെങ്കിലും, നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ കാണാൻ കഴിയുന്നില്ല, പിന്നെ എങ്ങനെയാ റബ്ബിനെ കാണാൻ കഴിയുക? അല്ലേ? നമ്മളാകുന്ന നമ്മുടെ ശരീരം, അല്ലേ, മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം നേരെ ഖബറിലേക്ക് വെക്കും. അവിടുന്ന് പോകുന്നൊരു സാധനമുണ്ട്, അതിനാണ് റൂഹ്, നമ്മൾ എന്ന് പറയുന്നത്. അല്ലേ? നമ്മളാകുന്നത് എപ്പോഴാ? ഈ റൂഹ്, നമ്മുടെ റൂഹ് ശരീരത്തിലുണ്ടാകുന്ന ഘട്ടത്തിലാ. ആ റൂഹങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് പറയുന്ന പേര് മയ്യത്ത് എന്നാ. അമ്മദാജിന്റെ മയ്യത്ത് എപ്പോഴാണ് എടുക്കുന്നത്? അല്ലേ? അങ്ങനല്ലേ ചോദിക്കുക? അമ്മദാജി വേറെയാണ്. ഇപ്പൊ നമ്മുടെ പേര് നമ്മൾ എന്ന് പറയുന്ന സാധനാരാ? നമ്മുടെ കൈയാണോ? അല്ല. നമ്മുടെ കാലാണോ? അല്ല. നമ്മുടെ തലയല്ല, ഒന്നുമല്ല. നമ്മുടെ ശരീരത്തിലുള്ള ആത്മാവാണ് നമ്മൾ. നമ്മളെപ്പോലും കാണാത്ത നമുക്കെങ്ങനെയാ റബ്ബിനെ കാണാൻ? അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹിന്റെ ലിഖാ മുഅ്മിനീങ്ങൾക്ക് കൊടുക്കുമല്ലോ. അള്ളാഹു കൂട്ടത്തിൽപ്പെടുത്തി നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, നിന്റെ ലിഖാഇനെ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഏതായാലും നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം നിനക്ക് വേണം. അള്ളാഹിനെ നമ്മളാരും കാണുന്നില്ലെങ്കിലും എന്നാ പിന്നെ തോന്നിയ പോലെ ചെയ്യാ എന്നല്ല. ഫഇന്നഹു യറാക്, അള്ളാഹുവിന്റെ CCTV നമുക്ക് മുമ്പിലുണ്ട്. ഇപ്പോഴത്തെ CCTVന്റെ കാലല്ലേ, എല്ലാ സ്ഥലത്തും CCTVയാ. അപ്പോ അള്ളാഹു നമ്മളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ നിരീക്ഷണത്തിനാണ് നമ്മൾ എന്നുള്ളൊരു ചിന്ത നമ്മുടെ തലക്കകത്തേക്ക് കയറിയാൽ, നമ്മുടെ മനസ്സിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ടാ പറഞ്ഞത് അൽ ഖയ്യിസ്, യഥാർത്ഥ ബുദ്ധിമാൻ, മൻ ദാന നഫ്സഹ്
സ്വശരീരത്തെ നിസ്സാരമാക്കിയവനാണ്, അവഗണിച്ചവനാണ്. കാരണം ശരീരത്തിന്റെ പിന്നാലെ പോയാൽ അവസാനം പോയി അപകടത്തിൽ ചാടുന്നുറപ്പാ. അതുകൊണ്ട് അവന്റെ ശരീരത്തെ അവഗണിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇതൊക്കെ വ്യക്തമല്ലേ നമുക്ക്? അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കാലിൽ നീര് വന്ന് കെട്ടുന്നത് വരെ നിസ്കരിച്ചു എന്ന മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്. സ്വന്തം ഭാര്യ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കാലിൽ നീര് കെട്ടി വീർക്കുന്നത് വരെ, നീര് വരുന്നത് വരെ നിസ്കരിച്ചു. നമ്മൾ കാല് നീര് വരുന്ന പോയിട്ട് വേദന എന്നവരെ നിസ്കരിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവോ? അല്ലേ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, കാലിൽ നീര് കെട്ടി വീർക്കുന്നത് വരെ അവിടുന്ന് നിസ്കരിച്ചു. ആ സമയത്താണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഇങ്ങനെ ഇടങ്ങേറാകുന്നത്? എന്തിനാണ് ഇത്രമാത്രം പ്രയാസപ്പെടുന്നത്? അങ്ങേക്ക് അല്ലാഹു കഴിഞ്ഞതും വരാൻ പോകുന്നതും അല്ലാഹു പുറത്തു തന്നിട്ടില്ലേ? അല്ലാഹു എല്ലാം പുറത്തു തന്നിട്ടും പിന്നെ എന്തിനാണങ്ങ് അവിടുന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിയോട് ചോദിച്ചത് അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ എന്നാണ്. അപ്പൊ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നമ്മുടെ ബുർദയിലൊക്കെ അതിനെക്കുറിച്ചുള്ള വരികൾ നമുക്ക് കാണാൻ സാധിക്കും. കാലിൽ നീര് കെട്ടി വീർക്കുന്നത് വരെ ഇബാദത്ത് ചെയ്തു ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വശരീരത്തെ അവഗണിച്ചു. അതാ പറഞ്ഞത്, മൻ ദാന നഫ്സ, സ്വശരീരത്തെ അവഗണിച്ചവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിച്ചു, അതിനുവേണ്ടി പ്രയത്നിച്ചു, അതിന്റെ വിജയത്തിന് വേണ്ട കാര്യങ്ങളിൽ ഏർപ്പെട്ടു. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മഹാനുഭാവൻ ഒരിക്കൽ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വിവാഹാന്വേഷണവുമായി പോയൊരു സംഭവം പറയുന്നുണ്ട്. കല്യാണം കഴിക്കാൻ വേണ്ടി തയ്യാറാകുമോ എന്ന് നോക്കാൻ വേണ്ടി ലോകത്ത് അറിയപ്പെട്ടൊരു മഹദിയാണല്ലോ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. അവരുടെ അടുക്കലേക്ക് വിവാഹാന്വേഷണവുമായി പോയ ഒരു സന്ദർഭം ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പോയ സമയത്ത് മഹദി വെച്ചൊരു ഡിമാൻഡ്, 4 കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്, ആ 4 ആശങ്കകൾ നിങ്ങൾ തീർത്തു തന്നാൽ നിങ്ങളുമായി വിവാഹ ജീവിതത്തിൽ ഏർപ്പെടാൻ ഞാൻ തയ്യാറാണ്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പ്രതീക്ഷയോടുകൂടെ ചെന്നു. ഏതായാലും 4 കാര്യമല്ലേ നോക്കണ്ടു. ആ 4 കാര്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചപ്പോ മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഞാൻ എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമുള്ള സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഒരു കുട്ടി മാമിൻ മൗലൂദിൻ, ഏതൊരു കുട്ടിയാവട്ടെ, ആ ഉമ്മയുടെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമാകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞയക്കുകയും ആ കുട്ടിയുടെ റൂഹിനെ ആ കുട്ടിയിൽ ആ ശരീരത്തിലേക്ക് നിക്ഷേപിക്കുകയും ആ കുട്ടി ശഖിയാണോ സഈദാണോ എന്ന് പറഞ്ഞാൽ പരാജിതനാണോ വിജയിയാണോ എന്ന് എഴുതപ്പെടുകയും അവന് വേണ്ടി എഴുതി വെക്കുകയും ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ എൻ്റെ ഒന്നാമത്തെ ചോദ്യം, അങ്ങനെ എഴുതി വെച്ച സമയത്ത് എൻ്റെ പേര് വിജയികളുടെ കൂട്ടത്തിലാണോ അല്ല പരാജിതരുടെ കൂട്ടത്തിലാണോ അള്ളാഹു എഴുതി വെച്ചത്, അള്ളാഹു ആ മലക്കിനെ കൊണ്ട് എഴുതിപ്പിച്ചത് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അല്ലാത്തൊരു ഡിമാൻഡ് അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം കഴിക്കുന്ന സമയത്ത് എന്താ ഡിമാൻഡ് വെക്കുക? ഇത്ര സ്വർണം വേണം, ഇത്ര ലക്ഷം വേണം, അല്ലെങ്കിൽ കാറ് വേണം, ജോലി വേണം, അങ്ങനെ പലതും ഡിമാൻഡ് വെക്കുക. മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ഡിമാൻഡ് വെച്ചത്, ഞാൻ കല്യാണ ജീവിതത്തിനൊക്കെ വിവാഹ ജീവിതത്തിനൊക്കെ റെഡിയാണ്, പക്ഷേ 4 ഡിമാൻഡ്. ഒന്നാമത്തെ ഡിമാൻഡ്,
ഞാൻ ഉമ്മാന്റെ ഗർഭാശയത്തിലായ സമയത്ത്, ആ സമയത്ത് ഞാൻ വിജയിയാണോ പരാജിതയാണോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഏത് ലിസ്റ്റിലാണ് ഞാൻ പെട്ടത് എന്ന് നിങ്ങൾ പറഞ്ഞു തരാൻ സാധിക്കുമോ? മഹാനവറുകൾക്ക് ഉത്തരമില്ല. രണ്ടാമത്തെ ചോദ്യം, നമ്മളെല്ലാവരും മരിക്കുമല്ലോ. മരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, ഒരു മനുഷ്യൻ മരണമാസന്നമാകുന്ന സമയത്തിലെ മരിക്കുന്ന ആളുടെ ഇഖ്റഉ അലാ മൗതാക്കും സൂറത്ത് യാസീൻ അല്ലേ, മരണപ്പെടുന്ന ആളുകളുടെ, മരിക്കാൻ കിടക്കുന്ന ആളുടെ അടുക്കൽ വെച്ചുകൊണ്ട് ഈ സൂറത്ത് യാസീനും സൂറത്തുർ റഅദും ഓതൽ പ്രത്യേകം സുന്നത്താണ്. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. മരണം ഏത് സമയത്തും വരും അല്ലേ. മഹാനായ ബാപ്പുസ്താദ് അള്ളാഹു അവിടുത്തെ ഖബറിലും സ്വർഗത്തോപ്പായി കൊടുക്കട്ടെ, ഉഖ്റവിയായ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. ഞങ്ങളുടെയൊക്കെ വന്ധ്യരായ ഉസ്താദ് മരണപ്പെടുന്നതിൻ്റെ അല്പം മുമ്പ് ഉസ്താദിന്റെ ബന്ധുക്കൾ മഹാനായ ജമല്ലയിൽ തങ്ങളെ വിളിക്കുകയും അങ്ങനെ തങ്ങൾ അവിടുന്ന് യാസീൻ ഓതി കൊടുത്ത് 5 വട്ടം യാസീൻ ഓതിയതിന്റെ ശേഷം അതുവരെ അബോധാവസ്ഥയിൽ ദിവസങ്ങളോളം കിടന്ന ഉസ്താദിന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലിക്കൊടുത്തപ്പോൾ താഴെ ചുണ്ട് ചലിച്ചു എന്ന് അവിടെയുള്ള ദൃക്സാക്ഷികൾ പറയുമ്പോൾ അള്ളാഹു അത്തരത്തിലുള്ള നല്ല മരണം നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. മരിക്കാനടുത്ത സമയത്ത് ഏതെങ്കിലും, നമ്മൾ പല സന്ദർഭങ്ങളിലും ഇടപെടുന്ന ആളുകളാണല്ലോ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ മരണാസന്നമായ ആളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ ഒന്നും നോക്കേണ്ടതില്ല, മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേറെ ആളെ ഏൽപ്പിച്ചതിന്റെ ശേഷം നമ്മൾ ഉടനെ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി സൂറത്ത് യാസീനും സൂറത്തുർ റഅദും പാരായണം ചെയ്യുകയാണ്. അത് മരണത്തിന്റെ ആ വേദന, ആ ഒരു പ്രയാസം അത് ലഘൂകരിച്ചു കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഏതായാലും മഹദി ചോദിക്കുകയാണ്, അങ്ങനെ ഒരു ഘട്ടം എനിക്കും നിങ്ങൾക്കൊക്കെ വരുമല്ലോ, എനിക്ക് അങ്ങനെ ഒരു ഘട്ടം വരുന്ന സമയത്ത്, ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിലൂടെ ഇവന്റെ ഇനിയുള്ള സ്ഥലം, ഇവന്റെ മസീർ, എവിടത്തേക്കാണ് ഇവന്റെ പോക്ക് എന്ന് അള്ളാഹു അവനിക്ക് കാണിച്ചു കൊടുക്കും. അതുകൊണ്ടാണല്ലോ നല്ല ആൾക്കാർക്ക് സ്വർഗം കാണിച്ചു കൊടുത്തിട്ട് പുഞ്ചിരിച്ച് മരിക്കുന്നതല്ലേ. ചില മയ്യത്തൊക്കെ കണ്ടാല് ആ ചിരി ഇങ്ങനെ മാഞ്ഞിട്ടുണ്ടാവില്ല, ആ സ്വർഗം കണ്ട പുഞ്ചിരി. അള്ളാഹു പുഞ്ചിരിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മളൊക്കെ ജനിക്കുന്ന സമയത്ത് നമ്മൾ കരഞ്ഞുകൊണ്ടാ വന്നത്, പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അല്ലേ. നമ്മൾ ഭൂമിയിലേക്ക് ഒരു കുട്ടി ജനിച്ചു അല്ലെങ്കിൽ കുട്ടിയായി പിറന്നു എന്നറിഞ്ഞപ്പോ നമ്മളെ കണ്ട ആളുകളൊക്കെ വല്ലാതെ സന്തോഷിച്ചു. പക്ഷെ നമ്മൾ അവിടുന്ന് നിലവിളിച്ചുകൊണ്ട് ആ ഭൂമിയിലേക്ക് വന്നത്. ഇനി നാളെ തിരിച്ചു പോകുന്ന സമയത്ത്, ആളുകളൊക്കെ വിതുമ്പുന്ന സമയത്ത്, ആളുകളൊക്കെ പൊട്ടിക്കരയുന്ന സമയത്ത് നമുക്ക് ചിരിച്ചുകൊണ്ട് പോകാൻ സാധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മഹദി തിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഞാനും മരിക്കുന്ന സമയത്ത് എൻ്റെ അവസാന അഭയസ്ഥാനം നാളെ പാരത്രിക ലോകത്ത് ഞാൻ സ്വർഗത്തിലേക്കാണോ പോവുക അല്ല നരകത്തിലേക്കാണോ പോവുക എന്ന് എനിക്ക് കാണിച്ചു തരുന്ന സന്ദർഭത്തിൽ ഞാൻ ഏത് പട്ടികയിലാണ് ഞാൻ ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുമോ? മഹാനവറുകൾക്ക് ഉത്തരമില്ല. പിന്നീട് മഹദി പറഞ്ഞത്, ഞാൻ നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന സമയത്ത് വലത് കൈയിലും ഇടത് കൈയിലും ഏട് കൊടുക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ വലത് കൈയിലാണോ എനിക്ക് ഏട് ലഭിക്കുക, എൻ്റെ ഇടത് കൈയിലാണോ എനിക്ക് ഏട് ലഭിക്കുക, ആ ഒരു വിഷയത്തിൽ ഞാൻ ചിന്തിച്ച് തലപുണ്ണായിരിക്കുകയാണ്. ഏത് കൈയിലാ റബ്ബേ എനിക്ക് ഏട് ലഭിക്കുക, ഏത് കൈയിലായിരിക്കും എനിക്ക് ഏട് ലഭിക്കുക എന്ന് ആലോചിച്ചുകൊണ്ട് അതിൽ ദുഃഖിതനായിക്കൊണ്ട് ഞാൻ ഇങ്ങനെ എൻ്റെ ജീവിതം ചെലവഴിക്കുകയാണ്. അതുകൊണ്ട് അതിന് നിങ്ങൾക്കൊരു മറുപടി പറയാൻ സാധിക്കുമോ? നാലാമത്തെ ചോദ്യം എന്താ? എന്നാ പിന്നെ നാലാമത്തെങ്കിലും ഒരു എളുപ്പമുള്ള ചോദ്യം വേണ്ടേ അല്ലേ? നമ്മൾക്ക് പരീക്ഷ എന്ന സമയത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും അറ്റൻഡ് ചെയ്യാൻ നമുക്ക് വല്ലാത്തൊരു പ്രയാസം ഉണ്ടാകും അല്ലേ? ഏതെങ്കിലും ഒരു ചോദ്യം എളുപ്പമുള്ള വേണ്ടേ? നാലാമത്തെ ചോദ്യം ഇതിനേക്കാളും കുറച്ചും കൂടി കടുപ്പുള്ള ചോദ്യമാണ്. ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ. വിചാരണക്ക് കഴിഞ്ഞതിന്റെ ശേഷം ഒരു വിഭാഗം ആളുകളെ സ്വർഗത്തിലേക്കും അല്ലാഹുമ്മ ജഅൽനാ മിൻഹും നർക്കാമീൻ പറയും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുവേ ആ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം നരകത്തിലേക്കാ പോകുന്നത്. ആ നരകത്തിലേക്ക് പോകുന്ന ആളുകളുടെ കൂട്ടത്തിലാണോ എൻ്റെ പേരുണ്ടാവുക, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ കൂട്ടത്തിലാണോ ഞാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞു തന്നിട്ട് മതി നമ്മുടെ വിവാഹ ജീവിതം, അതിനൊരു ഉത്തരം തന്നിട്ട് മതി നമ്മുടെ കുടുംബജീവിതം എന്നാണ് മഹദിയായ റാബിഅത്തുൽ അദവിയ്യ
റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചത്. അവർ പറഞ്ഞത് അങ്ങനെയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവരുടെയൊക്കെ ജീവിതം അങ്ങനെയായിരുന്നു. അങ്ങനെ ആകാൻ സാധിക്കൂലെങ്കിലും അതിനുള്ള ശ്രമങ്ങളൊക്കെ നമുക്ക് നടത്താൻ സാധിക്കുമല്ലോ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് നല്ല ഉന്നതമായ ജീവിതം നയിച്ചുകൊണ്ട്, സമ്പന്നമായ ജീവിതം നയിച്ച് പിന്നീട് അള്ളാഹുവിലേക്ക് മടങ്ങുകയും അള്ളാഹുവിൻ്റെ വലിയ ഔലിയാക്കളുടെ കൂട്ടത്തിൽ പെട്ട ഒരുപാട് മഹാന്മാരുടെ ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ഭയങ്കര അത്ഭുതകരമായ ഒരു കഥയാണ്, അമേസിംഗ് സ്റ്റോറി. നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന സംഭവമാണ് മഹാനവറുകളുടേത്. മഹാനവറുകൾ ബൽഹയിലെ രാജാവായിരുന്നല്ലോ. ഒരു രാജ്യത്തിന്റെ രാജാവാവുക എന്നുള്ളത് ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രൗഢിയാണ്. ആ രാജാവ് ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു കാക്ക പറന്നു വന്നുകൊണ്ട് അവിടുത്തെ തളികയിൽ നിന്ന് ഏറ്റവും മുന്തിയ റൊട്ടികൾ ആ രാജാവിൻ്റെ ഭക്ഷണം കഴിക്കാനുണ്ടാവും അല്ലേ. നമ്മളെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണമാണോ രാജാവിൻ്റെ ഭക്ഷണമാണ് ഏറ്റവും മുന്തിയത്? രാജാവിൻ്റെ ഭക്ഷണമല്ലേ. ആ രാജാവ് കഴിക്കുന്ന ഭക്ഷണം കൊത്തിയെടുത്തുകൊണ്ട് കാക്ക പറന്നു പോകുന്നു. ആദ്യത്തെ ദിവസം സാധാരണ നമ്മളിപ്പം കയ്യിൽ ഭക്ഷണം പിടിച്ചാൽ കാക്ക കൊത്തിക്കൊണ്ടുപോകാന്നുള്ള സ്വാഭാവികമാണല്ലോ. അങ്ങനെ മഹാനവറുകൾ തള്ളിക്കളഞ്ഞു. രണ്ടാമത്തെ ദിവസവും ഭക്ഷണത്തിന്റെ സമയമായ സമയത്ത് ഈ കാക്ക വന്നുകൊണ്ട് ഭക്ഷണം കൊത്തിപ്പോകുന്നു. അപ്പൊ ഇതിലെന്തോ രഹസ്യമുണ്ടെന്ന് മനസ്സിലാക്കി, ഇതിന്റെ പിന്നിലെന്തോ ഒരു രഹസ്യമുണ്ടെന്ന് മനസ്സിലാക്കുകയും പിറ്റേന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു കുതിരയെ തയ്യാർ ചെയ്തു. പരിവാരങ്ങളോടൊക്കെ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഈ ഒരു കാക്ക വരുന്നുണ്ട്, അതിന്റെ പിന്നാലൊന്ന് പോയി നോക്കണം. അതുകൊണ്ട് കുതിരയൊക്കെ ഒന്ന് തയ്യാർ ചെയ്തു വെച്ചുകൊണ്ട് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, അന്ന് രാജാവാണ്, അങ്ങനെ കുതിരയൊക്കെ തയ്യാർ ചെയ്ത് ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണ തളികയിലേക്ക് കൈവെക്കുന്ന സമയത്ത് അതാ നമ്മുടെ കാക്ക വരികയാ, പറന്നു വരുന്നു. ഈ അപ്പവുമായിട്ട്, ഈ പത്തിനുമായിട്ട്, ആ റൊട്ടിയുമായിട്ട് അത് തിരിച്ചു പോവുകയാണ്. ആ ഭക്ഷണവുമായിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആ കാക്കയുടെ പിന്നാലെ കൂടുകയാണ്. എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്, എന്തിനാണ് ഈ പക്ഷി ഇങ്ങനെ ഭക്ഷണവും കൊത്തിവലിച്ചു കൊണ്ടുപോകുന്നതെന്നറിയാൻ. അങ്ങനെ പോയി അവസാനം ഒരു മലയുടെ മുകളിലേക്ക് എത്തുകയാണ്. ഒരു കാട്ടിനുള്ളിലുള്ളൊരു മലയാണ്. ആ മലയുടെ ഉള്ളിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ച എന്താ? ഒരു മരത്തിന്റെ മുകളിൽ ഈ കാക്ക പോയിരിക്കുന്നു. ആ കൊമ്പിൽ പോയിരുന്നു കൊണ്ട് ഈ ഭക്ഷണം കഷ്ണം കഷ്ണമാക്കി വെച്ചുകൊണ്ട് ആ മരത്തിന്റെ താഴെ ഒരു മനുഷ്യനെ കയറുകൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. കയ്യും കാലും കെട്ടിയിട്ട് ആ മരത്തിനോട് ബന്ധിച്ചിരിക്കുന്നു. ആ മനുഷ്യനിക്ക് അനങ്ങാൻ സാധിക്കുന്നില്ല. അയാൾ ഇങ്ങനെ വായ പൊളന്നുകൊണ്ട്, വായ തുറന്നു വെച്ചുകൊണ്ട് മുകളിലോട്ട് നോക്കി നിൽക്കുകയാണ്. ആ മനുഷ്യന്റെ വായിലേക്കാണ് ഈ പക്ഷി പോയി ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ട സമയത്ത് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് ചോദിച്ചു, എന്താ സംഭവം? ആ മനുഷ്യൻ പറഞ്ഞു, ഞാനൊരു കച്ചവടക്കാരനാ, ഞാനിങ്ങനെ പോകുന്ന സമയത്ത് കൊള്ളക്കാരനെ ആക്രമിക്കുകയും എൻ്റെ സമ്പത്തൊക്കെ അവർ കൊണ്ടുപോവുകയും അവസാനം എന്നെ കൊല്ലാൻ നോക്കുന്ന സമയത്ത് ഞാൻ അള്ളാഹിനെ വിളിച്ചു, അല്ലാഹ് റബ്ബേ നീ എന്നെ കാക്കണേ റബ്ബേ എന്ന് അള്ളാഹുവിനെ മനസ്സറിഞ്ഞ് വിളിച്ചു. അള്ളാഹുവിനെ കൽബറിഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചപ്പോ അവരുടെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തു, ഇവനേതായാലും നമ്മൾ കൊല്ലണ്ട, നമുക്ക് പൈസയൊക്കെ കിട്ടിയല്ലോ, ഇവനവിടെ കെട്ടിയിട്ട് നമുക്ക് പോകാം. അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. ആ സമയത്ത് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, റബ്ബേ നിന്നെ തവക്കുൽ ചെയ്തൊരു മനുഷ്യനിക്ക്, നിന്നെ തവക്കുൽ ചെയ്ത, നിന്റെ മേൽ ഭരമേൽപ്പിച്ച ഒരു മനുഷ്യനിക്ക് നീ കൊടുത്ത ഭക്ഷണം ഏതാണ്? നാട്ടിലെ പാവപ്പെട്ടവന്റെ ഭക്ഷണമല്ല, അല്ലെങ്കിൽ ഓടയിലോ മാലിന്യ കൂമ്പാരത്തിലോ ഹോട്ടലുകളിൽ നിന്നോ വീടുകളിൽ നിന്നോ വലിച്ചെറിയുന്ന വേസ്റ്റായ ഭക്ഷണമല്ല നീ കൊടുത്തത്. നാട്ടിലെ ഏറ്റവും ധനാഢ്യനായ, നാട്ടിലെ ഏറ്റവും സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്ന രാജാവിന്റെ ഭക്ഷണമാണ് റബ്ബേ നീ ആ മനുഷ്യനിക്ക് എത്തിച്ചു കൊടുത്തത്. പിന്നെന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? നിന്നെ തവക്കുൽ ചെയ്ത് യഥാർത്ഥ രീതിയിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യനിക്ക് റബ്ബേ നീ കൊടുക്കാൻ പോകുന്നത് നാട്ടിലെ ഏറ്റവും ധനാഢ്യന്റെ ഭക്ഷണമാണല്ലോ. പിന്നെന്തിനാ ഞാനിങ്ങനെ രാജാധികാരവും വെച്ചുകൂടി വെറുതെ എൻ്റെ സമയം നഷ്ടപ്പെടുന്നത്? നിന്നെ ഭരമേൽപ്പിച്ച് ജീവിച്ചാൽ, നിന്നെ
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കേണ്ട വിധത്തിൽ ഭരമേൽപ്പിച്ചാൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടെ അല്ലാഹു എൻ്റെ കൂടെയുണ്ട്, അല്ലാഹു എന്നെ കേൾക്കും, അല്ലാഹു എന്നെ കാണും, അല്ലാഹുവിന്റെ സഹായം എനിക്കുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ നിങ്ങൾ അല്ലാഹുവിനെ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ ലറസഖകും കമാ യർസുഖുത് ത്വയ്ർ. പക്ഷികൾ ആരെങ്കിലും ജോലിക്ക് പോകാറുണ്ടോ? ഉണ്ടോ? മൃഗങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടോ? മനുഷ്യനല്ലാത്ത ഇതര ജീവജാലങ്ങൾ ജോലിക്ക് പോകുന്നില്ലല്ലോ. അവക്കെല്ലാം വേണ്ട ഭക്ഷണം അല്ലാഹു കൊടുക്കുന്നുണ്ട് അല്ലേ? എല്ലാറ്റിനും വേണ്ട ഭക്ഷണം അല്ലാഹു കൊടുക്കുന്നുണ്ട്. ഒരിക്കൽ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, ചെറിയൊരു സംഭവം അതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കലൊരു പൂതി, ലോകത്തിന്റെ രാജാവല്ലേ, ലോകമടക്കി ഭരിച്ച സുൽത്താനാണല്ലോ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഒരിക്കൽ പൂതി, അല്ലാഹുവേ നീയാണല്ലോ എല്ലാ ജീവികൾക്കും ഭക്ഷണം കൊടുക്കുന്നത്, എല്ലാ ജീവികൾക്കും നീയാണല്ലോ ഭക്ഷണം കൊടുക്കുന്നത്, ഒരു ദിവസം ഞാൻ ഭക്ഷണം കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. എന്താ പൂതി? ലോകത്തുള്ള സർവ്വജീവികൾക്കും ഒരു ദിവസത്തെ ഫുഡ് എൻ്റെ വക. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പറഞ്ഞു നിനക്ക് കഴിയൂല, എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കട്ടെ റബ്ബേ എന്ന് പറഞ്ഞ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകത്തുള്ള എല്ലാ ജീവികളെയും ക്ഷണിക്കുകയും നല്ല ഫുഡ് തയ്യാറാക്കി വെച്ചു. വലിയ കൂമ്പാരം, കടപ്പുറത്ത് വലിയൊരു കൂമ്പാരം ഭക്ഷണം തയ്യാറാക്കി വെച്ചു. സുബ്ഹാനല്ലാഹ്, ഭക്ഷണത്തിന്റെ സമയമായി. അള്ളാഹു ചോദിച്ചു, എന്നാ പിന്നെ ജീവികളൊക്കെ പറഞ്ഞേക്കട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ റബ്ബേ, എൻ്റെ ഭക്ഷണമൊക്കെ റെഡിയാണെന്ന് പറഞ്ഞു. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പറയേണ്ട താമസം അതാ, സമുദ്രത്തിൽ നിന്ന് വലിയ ഭീമാകാരമായ ജീവി വന്നുകൊണ്ട് ഈ ഭക്ഷണം മുഴുവനും അകത്താക്കി, ഇനി വല്ലതും തരുമോ എന്ന് ചോദിച്ചു. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് പറഞ്ഞു, റബ്ബേ നീ കൊടുക്കുന്നത് പോലെ, നീ ഭൂമിയിലുള്ള സർവ്വജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നത് പോലെ ഭക്ഷണം കൊടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല റബ്ബേ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയുണ്ടായത്. അപ്പൊ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, വേണ്ട രീതിയിൽ അള്ളാഹുവിനെ വരമേൽപ്പിച്ചാൽ പടച്ചോനെ മനസ്സറിഞ്ഞ് നമ്മൾ വിളിക്കുന്നില്ല. അതാ നമ്മളെ പ്രശ്നം. നമ്മളൊക്കെ ദ്വാരന്നിട്ട് ഇത്ര കാലമായിട്ടുണ്ടാവും, മനസ്സറിഞ്ഞ് ദ്വാരന്നിട്ടില്ലേ? പള്ളിയിൽ പോയിട്ട് ഓരോരുത്തർ ദ്വാരക്കുന്ന കോലം എന്താ? പള്ളിയിൽ ഉസ്താദ് ഇങ്ങനെ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന, അള്ളാഹുവേ ഞങ്ങൾക്ക് ദുന്യാവിലുള്ള എല്ലാ നന്മയും ഞങ്ങൾക്ക് തരണേ റബ്ബേ. നമ്മളിങ്ങനെ ആലോചിക്കുക, പീടിയ ഒരാൾ വന്നിട്ടുണ്ടാവോ, വന്ന ആൾ മടങ്ങിപ്പോയിട്ടുണ്ടാവോ, അല്ലെങ്കിൽ ഏൽപ്പിച്ച ചങ്ങായി കണക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവോ? ഉസ്താദ് നമ്മുടെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി ഏതാനും സമയത്തിനകം ആരംഭിക്കും എന്നറിയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പല ചിന്തകളിലാണ് നമ്മളുടെ അല്ലേ, നമ്മുടെ നിസ്കാരം അല്ലെങ്കിൽ നമ്മുടെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന അങ്ങനെയാണ്. മനസ്സറിഞ്ഞുകൊണ്ട് നമ്മളൊക്കെ കൈകെട്ടൽ എങ്ങനെയാണ്? ഓരോരുത്തരുടെ കൈകെട്ടുന്ന കോലം കണ്ടാൽ തിരിയും ഓനെ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം പടച്ചോ ഇജാബത്ത് ചെയ്യും അല്ലേ? ഓരോരുത്തർ ഇങ്ങനെയൊക്കെ വെക്കും അല്ലേ, മാണെങ്കിൽ ഇങ്ങ് തന്നേക്കുന്നുള്ള കോലത്തിൽ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹിനോടല്ലേ നമ്മൾ ചോദിക്കുന്നത്? നമ്മളൊരു മനുഷ്യനോട് സാധനം ഒരു സഹായം ചോദിക്കുമ്പോൾ നല്ലവർക്ക് കൈപൊന്തിച്ച് നമ്മൾ ചോദിക്കൂലേ? അള്ളാഹിനോട് ചോദിക്കുന്ന സമയത്ത് രണ്ട് കൈയും അത് മുഖം കാണുന്ന രീതിയിൽ, മുഖത്തുനിന്ന് നോക്കിയാൽ അഭിമുഖമായി വരുന്ന രീതിയിൽ അള്ളാഹുവിനോട് ഉയർത്തിക്കൊണ്ട് ആത്മാർത്ഥമായി ചോദിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ചോദിച്ചാൽ ആത്മാർത്ഥമായി അള്ളാഹുവിനെ വിളിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഉത്തരം ചെയ്തതായിട്ട് ഒരുപാട് സന്ദർഭങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുന്നു, മൂസാ നബിയെ, നിങ്ങളുടെ ഒരൊറ്റ കാര്യം എനിക്ക് ആവശ്യപ്പെടാനുണ്ട്. നാളെ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ കൂടെ, നിങ്ങളുടെ കൂടെ ഇരിക്കാൻ എനിക്കൊരു ചാൻസ് നിങ്ങൾ വാങ്ങിത്തരണം. നിങ്ങളുടെ കൂട്ടുകാരനായി സ്വർഗത്തിൽ വരാൻ എനിക്ക് നിങ്ങൾ ചാൻസ് തരണമെന്ന് പറഞ്ഞപ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇതെന്താ ഇനി പറയുന്നത്? ഇങ്ങനെ ഞാൻ അള്ളാഹുവിന്റെ ഉലുൽ അസ്മിൽപ്പെട്ട ആളല്ലേ, വലിയ നബിയല്ലേ, എൻ്റെ കൂടെ നിനക്ക് എങ്ങനെയാ സ്വർഗത്തിൽ വരാൻ സാധിക്കുക എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, എന്തായാലും വേണ്ടില്ല, നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. മൂസാ നബി ദുആ ചെയ്തു. ആ മനുഷ്യൻ കാണുന്നതാ പിറ്റേന്നോ അതിന്റെ പിറ്റേന്നോ ദിവസം ആ മനുഷ്യനെ പുലി പിടിച്ചുകൊണ്ട്, നരി പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ മരണപ്പെട്ടു പോവുകയാണ്. ആ സമയത്ത് മൂസാ നബി ആലോചിച്ചു, റബ്ബേ ഇനി എന്ത് പണിയാ ചെയ്തത്? ആ മനുഷ്യൻ എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞു എൻ്റെ കൂടെ സ്വർഗത്തിൽ എത്താൻ വേണ്ടി. അങ്ങനെയുള്ളൊരു മനുഷ്യൻ
2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ മനുഷ്യന്റെ റൂഹ് ഞങ്ങൾ പിടിച്ചല്ലോ റബ്ബേ, ആ മനുഷ്യനിക്ക് ഇബാദത്ത് ചെയ്യാൻ, നല്ല കാര്യം ചെയ്യാൻ ഒരു അവസരം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞത്, ഇല്ല മൂസാ, ആ മനുഷ്യൻ ജീവിതത്തിൽ ഇന്നേ വരെ അല്ലാഹ് എന്ന ആ മനുഷ്യൻ മനസ്സറിഞ്ഞെന്നെ വിളിച്ചിട്ടില്ല. അല്ലാഹ് എന്നെ മനസ്സറിഞ്ഞിട്ട് ആ മനുഷ്യൻ ഇതുവരെ വിളിച്ചിട്ടില്ല. ആ നരി പിടിക്കാൻ വരുന്ന സമയത്ത്, അവനെ ആക്രമിച്ച് അവനെ തിന്നും എന്നുള്ള അടുത്തെത്തിയ സമയത്ത്, അവനെ പിടികൂടാൻ അടുത്തെത്തിയ സമയത്ത് അല്ലാഹ് എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ വിളിച്ചിട്ടുണ്ട്. ആ ഒരൊറ്റ വിളിയാണ്, അള്ളാനെ മനസ്സറിഞ്ഞ് വിളിച്ച ആ ഒരൊറ്റ വിളിയാണ് ആ മനുഷ്യനെ സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിച്ചതെന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിലൊക്കെ നമുക്കൊരുപാട് പാഠമുണ്ട്. ഏതായാലും നമ്മുടെ ഈ ചെറിയ ജീവിതകാലത്തിനുള്ളിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും ചെയ്യുന്ന ഇബാദത്തുകളൊക്കെയും ആത്മാർത്ഥമായി നിർവഹിക്കാനും ഇഖ്ലാസോടുകൂടെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഏർപ്പെടാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.